ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 4 സെക്കൻഡ് ചാപ്റ്ററാണ്, ദ ഹാർട്ട് ഓഫ് എ വുമൻ. ഈ പോം എഴുതിയിരിക്കുന്നത് ജോർജിയ ഡഗ്ലസ് ജോൺസൺ ആണ്. യു മൈറ്റ് ഹാവ് സീൻ വിമൻ ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഹിയർ ഈസ് എ പോം അബൌട്ട് എ വുമൻ ഹു ഡ്രീംസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഹെർ ലൈഫ് ത്രൂ റെസിലിയൻസ് ആൻഡ് സ്ട്രഗിൾ. നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഒരു പദ്യത്തിൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവരുടെ പോരാട്ടത്തിലൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു സ്ത്രീയുടെ കഥയാണ്, സ്ത്രീനെയാണ് ഈ ഒരു പദ്യത്തിലൂടെ നമുക്ക് വരച്ച് കാട്ടുന്നത്. നമുക്ക് ഈ പോയം ഒന്ന് വായിക്കാം. ദ ഹാർട്ട് ഓഫ് എ വുമൻ goes forth with the dawn as a lone bird soft winging so restlessly on afar over life's terraced and vales done its roam. In the wake of those echoes the heart calls home. The heart of a woman falls back with the night and enters some alien cage in its plight and tries to forget it has dreamed of the stars while it breaks on the sheltering bars. ഒരു സ്ത്രീയുടെ ഹൃദയം എന്ന കവിതയിൽ കവിയത്രി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീയുടെ ഹൃദയത്തെ ഒരു പക്ഷിയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. പ്രഭാതത്തിൽ ആ ഹൃദയം സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെപ്പോലെയും സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും പറന്നുയരുന്നു. രാത്രിയായപ്പോൾ അത് തിരിച്ചെത്തുന്നത് ഒരു കൂനയിലാണ്, അതായത് സമൂഹം സ്ത്രീക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധികളിലേക്ക്. അതുകൊണ്ടാണ് ഷെൽട്ടറിങ് ബാർസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ തിരിച്ചെത്തുന്നത് ഷെൽട്ടർ കൊടുക്കുന്ന ഒരു ബാറിലേക്കാണ്, ഒരു ജയിലിലേക്കാണ്. ഈ കവിത സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം, സ്വപ്നങ്ങൾ, എന്നാൽ അതിനൊപ്പം തന്നെ ബന്ധനങ്ങൾ എന്ന വിഷയം ആഴത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സ്ത്രീയുടെ ആത്മാവിൻ്റെ ശക്തിയും ദുഃഖവുമാണ് കവിതയുടെ ഹൃദയം. About the author, Georgina Douglas Johnson was an African-American poet. The Heart of a Woman and Other Poems, Bronze, a book of verses, an autumn love circle, and Share My World are her famous collections of poems. അപ്പോൾ ഇതെല്ലാമാണ് അവരുടെ പ്രധാന കൃതികൾ. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ലൈൻസ് ടേക്കൺ ഫ്രം ദ പോം. ദ ഹാർട്ട് ഓഫ് എ വുമൻ ഗോസ് ഫ്രോത്ത് വിത്ത് ദ ഡോൺ ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് swinging so restlessly on. In the wake of those echoes, the heart calls home. The last words of each line are dawn, on, roam, home. Here, dawn rhymes with on and roam rhymes with home. Dawn, on, roam, home. Now revisit the second stanza and find out the rhyming pairs. അപ്പം നമ്മളോട് വീണ്ടും ആ ഒരു പോം വായിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റാൻസ വായിച്ചിട്ട് അതിലുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നൈറ്റ്, ഫ്ലൈറ്റ്, സ്റ്റാർ, ബാർ, ഇത് രണ്ടെണ്ണമാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഇൻ ദ പോം. ദ ഹാർട്ട് ഓഫ് എ വുമൻ ഗോസ് ഫ്രോത്ത് വിത്ത് ദ ഡോൺ ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് സ്വിംഗിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. എ സ്മൈലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സ്മൈലി ഉണ്ട്. സ്ത്രീയുടെ ഹൃദയം എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, എന്തുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്? ഒരു പക്ഷിയായിട്ടാണ്. തനിച്ച് ഒറ്റയ്ക്ക് അതിൻ്റെ ചിറകുകൾ പയ്യെ പറത്തി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു പക്ഷിയെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസനെയാണ് സ്മൈലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മലയാളത്തിൽ ഉപമ പറയാറുണ്ടല്ലോ, ആ ഒരു ഉപമ തന്നെയാണ്, ആ ഒരു അലങ്കാരം തന്നെയാണ് നമ്മൾ ഇവിടെയും സ്മൈലി എന്ന പേരിൽ പറയുന്നത്. ഹിയർ ഈസ് ദ ഹാർട്ട് ഓഫ് എ വുമൻ. ഹിയർ ദ ഹാർട്ട് ഓഫ് എ വുമൻ ഈസ് കമ്പയർഡ് ടു എ ലോൺ ബേർഡ്. സച്ച് എ കമ്പാരിസൺ ഇസ് കോൾഡ് സ്മൈലി. അപ്പോൾ ഹാർട്ട് ഓഫ് എ വുമൻ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു തനിച്ച് ആയിട്ടുള്ള ഒരു പക്ഷിയുമായിട്ടാണ്. നൗ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഫൈൻഡ് ദ പെയർസ് ഓഫ് വേർഡ്സ് വിച്ച് ആർ കമ്പയർഡ് ടു ഈച്ച് അതർ. താഴെയുള്ള ലൈൻസ് വായിക്കുക, എന്തൊക്കെയാണ് കമ്പാരിസൺ വന്നിട്ടുള്ളത് നോക്കുക. ദ മൂൺ ഷൈൻസ് ബ്രൈറ്റ് ആസ് ക്ലിയർ ആസ് ഗ്ലാസ്. അപ്പോൾ ചന്ദ്രൻ ഒരു ഗ്ലാസ് പോലെ തിളങ്ങുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂണിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ഗ്ലാസ്സുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് എ സിൽവർ ലാൻറ്റേൺ ലൈറ്റിംഗ് അപ്പ് ദ പാസ്. ഇനി ഒരു വെള്ളി വിളക്ക് പോലെ, തൂക്കുവിളക്കിനെയാണ് ലാൻറ്റേൺ എന്ന് പറയുന്നത്. ആ ലാൻറ്റേൺ പോലെ പ്രകാശം നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർസ് ട്വിങ്കിൾ
last as diamonds in the sky, as busy as bees, fluttering wild and free. അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്റ്റാർസ് ട്വിങ്ക്ലിംഗ് ലാസ്റ്റ് ആസ് ഡയമണ്ട് ഇൻ ദ സീ. ട്വിങ്ക്ലിംഗ് സ്റ്റാർസിനെ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? സീയിലുള്ള ഡയമണ്ട്സും ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കടലിലുള്ള വൈഡൂര്യങ്ങൾ അല്ലെങ്കിൽ വജ്രങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ്, കടലിലുള്ള വജ്രങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇനി ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കമ്പാരിസൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ് ആസ് അല്ലെങ്കിൽ ലൈക്ക്, ഇത് രണ്ടെണ്ണം വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം ആസ് ബ്രേവ് ആസ് ലയൺ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ബ്രേവ് നമുക്ക് പലതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ബ്രേവ് ആസ് എ സോൾജർ, ബ്രേവ് ആസ് എ വാരിയർ, ബ്രേവ് ആസ് എ ടൈഗർ, ബ്രേവ് ആസ് എൻ ഈഗിൾ, ബ്രേവ് ആസ് എൻ ഹീറോ, ബ്രേവ് ആസ് എ നൈറ്റ്, ബ്രേവ് ആസ് എ ലയണസ്. അപ്പോൾ ആസ്, ബ്രേവ് ആസ്, ഇതിൽ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഐ run like a cheetah, I run like a wind, I run like a deer, I run like a horse, I run like a rabbit, I run like lightning, I run like hair, I run like river. He crawls like a snail, crawls like a baby, crawls like a worm, crawls like an ant, crawls like a turtle, crawls like a spider, crawls like a lizard, crawls like a caterpillar. She is as strong as an ox, strong as a lion, strong as iron, strong as steel, strong as a giant, strong as a rock, strong as mountain, strong as Hercules. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സൈഡിൽ തന്നിരിക്കുന്നത് ആസ് കോൾഡ് ആസ് ബ്രേവ് ആസ് ബിസി ആസ് വൈറ്റ് ആസ് ലൈറ്റ് ആസ് സ്വീറ്റ് ആസ് ക്ലിയർ ആസ് സ്ട്രോങ് ആസ്. ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. നെക്സ്റ്റ്, two stanza in the poem have two different moods. The first stanza is hopeful and dreamy, and the other stanza is dejected and sorrowful. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് പ്രത്യാശയും അതുപോലെ സ്വപ്നങ്ങളും തരുന്നതാണ്. രണ്ടാമത്തേത് നമുക്ക് ദുഃഖവും അതുപോലെ തിരസ്കരണവും തരുന്നതാണ്. അപ്പോൾ ലെറ്റ് us pick out the words suitable for each from the bracket and write them in the appropriate column. നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ഫ്രേസസ് തന്നിട്ടുണ്ട്. ഇത് അപ്രോപ്രിയേറ്റ് കോളങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹോപ്പ്ഫുൾ ആൻഡ് ഡ്രീമി ആയിട്ട് തോന്നിയത് ഡോൺ, ഡ്രീംഡ് ഓഫ് സ്റ്റാർസ്, ഗോസ് ഫ്രോത്ത്, സോഫ്റ്റ് വിങ്ങിങ്, കോൾസ് ഹോം, റെസ്റ്റ്ലെസ്ലി ഓൺ. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ നമുക്ക് ഡിജക്റ്റഡ് ആൻഡ് സോറോഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏലിയൻ കേസ്, ഫാൾസ് ബാക്ക്, ഫ്ലൈറ്റ്, റോം, ബ്രേക്സ്, ഷെൽട്ടറിങ് ബാസ്. അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് തന്നിട്ടുള്ള ഫ്രേസസ്. ലാസ്റ്റത്തെ ആക്ടിവിറ്റി, ലെറ്റ് us revisit the poem and complete the poetry treasure map. നമുക്ക് ഈ പോം ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം, ഒന്നുകൂടി വായിച്ചു നോക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതുക. ദ ടൈറ്റിൽ ഓഫ് ദ പോം, പോമിന്റെ ടൈറ്റിൽ എന്താണ്? ഹാർട്ട് ഓഫ് എ വുമൻ ആണ്. നെയിം ഓഫ് ദ പോയറ്റ് ജോർജിയ ഡഗ്ലസ് ജോൺസൺ. റൈറ്റ് സം വേർഡ്സ് ആൻഡ് ഫ്രേസസ് യു ലൈക്ക്. നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ വേർഡ്സ്, വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോസ് ഫ്രോത്ത് വിത്ത് ദ ഡോൺ, പകലാവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും നമ്മുടെ ജീവിതവുമായിട്ട്, അല്ലെ? ആസ് നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ആസ് ലോൺ ബേർഡ്, തനിച്ചുള്ള പക്ഷിയെ പോലെ, ഒറ്റപ്പെട്ട പക്ഷിയെ പോലെ. സോഫ്റ്റ് വിങ്ങിങ്, പയ്യെ പറക്കുക, ചെറുതായിട്ട് പറക്കുക. ദ ഹാർട്ട് കോൾസ് ഹോം, ഹൃദയം തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്, നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൂട്ടീനിലേക്ക് രാത്രി ആകുമ്പോൾ തിരിച്ചു വരുന്നു. സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്, നമ്മുടെ ദുരവസ്ഥയും അതുപോലെ നമ്മൾ കൂട്ടിലടക്കപ്പെട്ട പോലെ, ഒരു അന്യഗ്രഹ ജീവിയുടെ കൂട്ടിലടക്കപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗ്. ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, ബ്രേക്ക് ഓൺ ദ ഷെൽട്ടറിംഗ് ബാർസ്. ഇതെല്ലാമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രേസസ്. ദ ഹാർട്ട് ഓഫ് എ വുമൻ ഗോസ് ഫ്രോത്ത് വിത്ത് ദ ഡോൺ, വിച്ച് ഫേവറേറ്റ് ലൈൻ. അപ്പോൾ ഫേവറേറ്റ് ലൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ലൈൻ തന്നെയാണ് ഫേവറേറ്റ്. വാട്ട് പിക്ചർ കം ടു യുവർ മൈൻഡ് വെൻ യു റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ് ഓഫ് പോം. ആദ്യത്തെ സ്റ്റാൻസ് നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്? In the early morning, when a new day begins, a woman's heart set out hopefully.
just like a lonely bird flying softly and restlessly in search of something beautiful. And her heart travels far across life's high and lows. അപ്പോൾ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ നമ്മുടെ ഹൃദയം സഞ്ചരിക്കുകയാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സെങ്ങനെയാണ്, പ്രത്യാശയുണ്ടാകും. നമ്മുടെ ഒരു പക്ഷി കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് പോലെ നമ്മൾ നമ്മുടെ വിശ്രമമില്ലാത്ത നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ പറന്നുയരുമെന്നാണ് ആദ്യത്തെ സ്റ്റാൻസ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ പോം ഈസ് ട്രൈങ് ടു ടെൽ us? അപ്പോൾ ഈ പോയിറ്റ് നമ്മളുടെ അടുത്ത് ഈ പദ്യത്തിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് മെനി വുമൻ ഡ്രീം ഓഫ് എ ലൈഫ് ഫിൽഡ് വിത്ത് ഫ്രീഡം. ഇപ്പോൾ ഈ പോയിറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ത്രീകൾ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അതുപോലെ ലവ് ആൻഡ് പർപ്പസ്, സ്നേഹം വേണമെന്നും അതുപോലെ കെയർ വേണമെന്നും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്ലേസ് വേണമെന്നും ഒക്കെ ആഗ്രഹമുള്ള പല സ്ത്രീകളും ഉണ്ട് അല്ലേ? ബട്ട് ഇൻ റിയാലിറ്റി, പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? ദേ ആർ ഓഫൻ ഹെൽഡ് ബാക്ക് ബൈ ദ സൊസൈറ്റി ഡ്യൂട്ടീസ് ഓർ ലിമിറ്റേഷൻസ്. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഇവിടെ നമുക്ക് പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. സ്റ്റിൽ ഹെർ ഹാർട്ട് നെവർ സ്റ്റോപ്സ് ഡ്രീമിങ്. എന്നിരുന്നാൽ പോലും ഇത്രയൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത പല തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സ് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഓൾവേസ് ലുക്ക് ടുവേർഡ്സ് ദ സ്റ്റാർസ് വിത്ത് ഹോപ്പ്. അത് എപ്പോഴും നക്ഷത്രങ്ങളെ പ്രത്യാശയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കവിത അവസാനിച്ചിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ. താങ്ക് യു സോ മച്ച്.